അതാ നമ്മളെ അതുപോലെ നോക്കിയാലോ. താറിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടൈലാമ്പ് വെക്കാനുണ്ട്, റൂഫ് ലിറ്റ്സ് വെക്കാണ്ട്. i20 ഏകദേശം ഇങ്ങനെ ഫൈനൽ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി വർക്ക് ഉണ്ട് കേട്ടോ. ബൈക്ക് ഇന്നലെ വൈകിക്കൊണ്ട് നമ്മൾ കാറായിട്ടാണ് പോയിരുന്നത്. പിന്നെ മിൻറ്റ് ഇവിടെ ഉണ്ട്. സ്വിഫ്റ്റിൻ്റെ സീറ്റ് വർക്ക് നമ്മളിന്ന് ചെയ്യും. നമുക്കിനി ഇപ്പോൾ അടുത്ത ഡെലിവറി ഇതാണ്. അതേപോലെ ഫോർച്യൂണറും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വണ്ടി നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ, നല്ല ലുക്കായിട്ടുണ്ട്. ചെമ്മൂര് വർക്ക് നമുക്കുണ്ട് ബാക്കി. നമ്മളെ i20 ക്രോസ് ബാറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജവാദ് വെച്ചുകൊണ്ടിരിക്കുക. ബ്ലാക്ക് ഉണ്ട്, ഇതിൻ്റെ സിൽവർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്കാണ് വെച്ചിട്ടുള്ളത്. കസ്റ്റമർക്ക് ബ്ലാക്ക് മതി പറഞ്ഞപ്പോൾ നമ്മൾ ബ്ലാക്കാണ് വെച്ചിട്ടുള്ളത്. ഹലോ 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 ആ പറയടാ. അപ്പോൾ നമ്മളെ i20ൻ്റെ ക്രോസ് ബാർ ഫിക്സ് കൊണ്ടിരിക്കുകയാണ്. ക്രോസ് ബാറിൽ ബ്ലാക്കാണ് നമ്മൾ കസ്റ്റമർ ചൂസ് ചെയ്തത്. നമ്മൾ സിൽവറും ഉണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടും വെച്ച് കൊടുത്തു. അപ്പോൾ കസ്റ്റമർ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിറൂദ അതിൻ്റെ എല്ലാം എനിക്ക് ബോൾട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റനീസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോളോയിൽ നമുക്ക് കസ്റ്റമർ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ജീറ്റിൻ്റെ ബാഡ്ജിങ് പിന്നെ അത് ലോഗോ ഉണ്ടല്ലേ, ലോഗോ കുറച്ചൊരു ഇതായി കിടക്കുന്നു. അപ്പോൾ നമ്മളതൊന്ന് ബ്ലാക്ക് ലോഗോ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജവാദ് സൈഡിൽ ഒരു ലോഗോ ജീറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ അത്. ഓക്കെ, അതേപോലെ കണ്ടില്ലേ ഫ്രണ്ടത്തെ ലോഗോയും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പെയിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കാർബണും അവൈലബിൾ ആണ് നമുക്ക്. നമ്മളെ സീറ്റിൻ്റെ ഈ വണ്ടി ഇന്ന് പോളാണ്. അപ്പോൾ നമ്മളിതിന് ലോഗോ കൂടി നമുക്ക് വെക്കാം. ഓക്കെ ഓക്കെ, ഫ്രണ്ടിൽ ലോഗോ ഇല്ല. ഫ്രണ്ടിൽ ലോഗോ ഒക്കെ കണ്ടില്ലേ, അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ലോഗോ മാറ്റണം. ഇത് റെഡ് ആൻഡ് സിൽവറാണ്, നമ്മൾ ബ്ലാക്ക് ആൻഡ് സിൽവറാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ലോഗോ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്ത് കണ്ട് കുറച്ചുകൂടി ഭംഗി കൂടിയിട്ടപ്പോൾ ലോഗോ ബ്ലാക്ക് ആൻഡ് സിൽവർ വെച്ചപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടി. മുമ്പുണ്ടായിരുന്ന റെഡ് ആൻഡ് സിൽവർ ആയിരുന്നു. ഹലോ ഹലോ ആ സിറ്റിൻ്റെ സീറ്റ് ഇപ്പോൾ റെഡി അല്ലേ? സാധനം റെഡി ആയിക്കോട്ടെ, ഞാൻ ഇടാനുള്ളൂ കേട്ടോ. ഇട്ടാ നിങ്ങളെ വിളിക്കട്ടോ, വിളിക്കട്ടെ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്ന് വിളിച്ചാണ്ടി. മോശം അല്ല, എന്തായി കുറച്ച് പേസ്റ്റ് വേണം. ആ കത്തി അകലെ സീറ്റ് വിളി. അപ്പോൾ അത് സ്റ്റിയറിംഗിലും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ലോഗോ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു സ്വിഫ്റ്റ് ആക്ച്വലി നമുക്ക് സീറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ സീറ്റ് കവർ റെഡിമെയ്ഡ് സീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് കവറിട്ട് തുന്നാണ്. ഓക്കെ, അപ്പോൾ സീറ്റെല്ലാം അയച്ചിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് അയച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സീറ്റ് കവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു സീറ്റ് കവർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നമ്മുടെ സിവിക്കിൻ്റെ ടൈൽ ലൈറ്റ് മാറ്റാം കേട്ടോ. ടൈൽ ലൈറ്റ് റെഡ് സ്മോക്കായിരുന്നു, അപ്പോൾ നമ്മൾ റെഡ് ആഫ്റ്റർ മാർക്കറ്റ് കയറ്റാണ്. അതാ ഒന്ന് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം അയച്ചുകൊണ്ട് ഇതാണ് പഴയ ടൈല്.
ഇതാറുണ്ടില്ലേ, നല്ല അടിപൊളി പ്രീമിയം ലുക്കുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്ലൂ സിവിക്കിൻ്റെ ഡെലിവറി ചിലപ്പോൾ ഇന്ന് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ നിലവിൽ ഈ വണ്ടി വന്ന സമയത്ത് നമുക്ക് മ്യൂഗൻ്റെ കിറ്റ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഫ്രണ്ട് ലിപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ പെയിൻറ്റിങ് ഡുവൽ ടോണിൽ നമ്മൾ ഫ്രണ്ട് നമ്പർ റീപെയിൻറ്റ് ചെയ്തിട്ട് ഡുവൽ ടോൺ ഒരു ബ്ലാക്ക്, ആ കവറൊക്കെ ബ്ലാക്ക് ആക്കി, അതേപോലെ ഇതൊക്കെ ഒന്നും കൂടി ബ്ലാക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട് ലോഗോ നമ്മൾ മാറ്റി കണ്ടോ. അപ്പോൾ ഇതിന് വണ്ടി അത്യാവശ്യം ലുക്കായി. നമ്മൾ മെയിൻ ചെയ്ത ലിപ്പാണ്, ഫ്രണ്ട് ലിപ്പ് കേട്ടോ, മ്യൂഗൻ്റെ ലിപ്പും കാര്യങ്ങളും. പിന്നെ സൈഡ് സ്കേർട്ട് കണ്ടോ, സൈഡ് സ്കേർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റൊക്കെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടീൻ്റെ കേട്ടോ. പിന്നെ ബാക്ക് സ്പോയിലർ കണ്ടോ, നമ്മൾ 4 പീസാണ് മ്യൂഗണാറിൻ്റെ നമ്മളെ ഷോപ്പിൻ്റെ ഒരു ബേഡ്ജും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഡുവൽ ടോണിലാണ്, ഇത് 4 പീസാണ് മ്യൂഗൻ്റെ, 3ഉം ഇതൊന്നും 4. ഈ ഒരു പീസ് വരുമ്പോൾ നമുക്ക് 4 പീസ് എന്ന് പറയും, ഇതില്ലെങ്കിൽ നമുക്ക് 3 പീസ് എന്നാണ് പറയാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ബ്ലൂ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളർ അടിച്ചിട്ടുള്ളത്. പിന്നെ ടൈലാമ്പ് ഇതിന് സ്മോക്ക് ആയിരുന്നു, നമ്മളത് റെഡ് ആക്കിയിട്ടുണ്ട്. റെഡ് നമ്മൾ ടൈലാമ്പ് BMW റെഡ് ടൈലാമ്പ് യൂണിറ്റ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ JDM ലോഗോ ബാക്കിൽ ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗും മാറ്റിയിട്ടുണ്ട്. പിന്നെ റിയർലെസ് ഇതാട്ടോ റിയർ സ്കേർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല ലുക്കാണ്, പക്ഷേ നമ്മളിന്ന് കുറച്ച് വൈകി വീഡിയോ എടുക്കാൻ കണ്ടോ. ലൈറ്റൊക്കെ പോയി, ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. ഇതാ റനീസ് ഷോർട്സ് എടുക്കുന്നുണ്ട് കണ്ടോ. ഓക്കെ, ഏതായാലും വണ്ടി സെറ്റാണ്, വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. ഓക്കെ, കഴിഞ്ഞിടാ പോവല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പോവാണ്. വൈബല്ലേ, പോവാ. സിവിക്കിൻ്റെ വീഡിയോ എടുത്ത് ഷോപ്പിലെത്തിയപ്പോൾ ഒരു പോളോ ഉണ്ടായിരുന്നു കേട്ടോ. പോളോ നമുക്ക് ഹെഡ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹെഡ്ലൈറ്റ് സ്റ്റോക്കായിരുന്നു, നമ്മൾ അത് മാറ്റി UU സിൽവർ ലൈൻ ഹെഡ്ലൈറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, പാർക്ക് ഓണാക്കി. അതാ കണ്ടില്ലേ, ഈ 2 ഐക്കാണ് നമ്മൾ UU എന്ന് പറയുന്നത് കേട്ടോ. ഒരു യു ഷേപ്പിലാണത്, സിൽവർ ലൈനാണ് കേട്ടോ. ഇതിൻ്റെ റെഡ് ലൈനും അവൈലബിൾ ആണ്, ഇത് സിൽവർ ലൈനാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു ബാറ്റ്മാൻ്റെ മിറർ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ടെയിൽ ലൈറ്റ് അതൊരു പാർക്ക് കത്തുന്നില്ല എന്ന് പറഞ്ഞു, അപ്പോൾ ജസ്റ്റ് ഒന്ന് അതും ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സിവിക്ക് ഡെലിവറി സ്റ്റേജിലാണ് കേട്ടോ. ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ വന്നിട്ടില്ല, ഇപ്പോൾ വരും കസ്റ്റമർ. അപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിവിക്കിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ്. ഇതാണ് സിവിക്ക്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലോഗും കൂടെ നമ്മൾ ബ്ലാക്ക് ആൻഡ് സിൽവർ ആക്കിയപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി കൂടി. ഓക്കെ, ടെയിൽ ലൈറ്റ് ഞാൻ കാണിച്ചില്ലായിരുന്നു, അപ്പോൾ ഞാൻ ടെയിൽ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റെഡാണ്, മുമ്പുണ്ടായിരുന്ന സ്മോക്കായിരുന്നു, അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് റെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോളോൻ്റെ ഹെഡ് ലാമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് മാറിയിട്ടുണ്ട്, ഹെഡ് ലാമ്പ് മാറിയിട്ടുണ്ട്. എടാ ഒന്ന് പാർക്ക് ഓണാക്കെ. ഓക്കെ, പാർക്കാണ്. 4 ഇൻഡിക്കേറ്റർ ഒന്ന് ഓണാക്കെ. ഓക്കെ, ഇൻഡിക്കേറ്റർ ലോബിയുമേ. ഓക്കെ, പാസ്ഡ്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ലോഗോ, ഫ്രണ്ട് ലോഗോ ഉണ്ട്. ലോഗോ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മിറർ കവർ, നമ്മൾ ബാറ്റ്മാൻ മിറർ കവർ ഗ്ലോസ് ബ്ലാക്ക് ആഡ് ചെയ്തു. ഷാർക്ക് ഫിൻ ആൻറ്റിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി സെറ്റാണ്. അടുത്തത് ഫോർച്യൂണർ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ സിവിക്കിൻ്റെ കസ്റ്റമർ. സിവിക്ക് ഡെലിവറി കഴിഞ്ഞില്ലേ? സിവിക്ക് ഇതാ ഇവിടെ ഉണ്ട്, ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വാഷ് ചെയ്യായിരുന്നു അല്ലേ?
അതേപോലെ തന്നെ മറന്നൊരു സംഭവം ഉണ്ട് കേട്ടോ, ഫോഗ് ലാമ്പിൻ്റെ ബൾബ് 3 കളർ ആക്കിയിട്ട് വൈറ്റ്, അതുപോലെ തന്നെ നമ്മളെ യെല്ലോ കളറ്, പിന്നെ വാം വൈറ്റ് കേട്ടോ 3 കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈറ്റ് ഒന്ന് ഓണാക്കിയാ അങ്ങോട്ട് കൊടുത്തില്ല.